ശബരിമലയിലേക്കാണ്. ശബരിമല സന്നിധാനത്തെ വനമേഖലകളിൽ മഴയ്ക്ക് അല്പം ശമനം. സ്വാമി അയ്യപ്പൻ റോഡിലും വൻ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണു, മരങ്ങളും ചില്ലകളും ഒടിഞ്ഞു വീണു. ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ സുധീഷ് ഗോപാലാണ് ചേരുന്നത്. സുധീഷ്, അങ്ങനെ ശബരിമലയിൽ വനമേഖലയിലൊക്കെ കനത്ത മഴയായിരുന്നു, എന്നാൽ ഇപ്പോൾ അല്പം ശമനമുണ്ട് എന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഈ പൊട്ടിവീണ വൈദ്യുതി ലൈനുകളെല്ലാം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സുധീഷ്? അതിര കഴിഞ്ഞ 5 മണിക്കൂറായി വനമേഖലയിലും സന്നിധാനത്തുമൊക്കെ മഴ ഒഴിഞ്ഞു നിൽക്കുന്നു എന്നത് ഏറെ ആശ്വാസകരമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ട് മുതൽ തുടങ്ങിയ മഴ അത് ഇന്ന് രാവിലെ നിറപുത്തരിയുടെ പൂജയും മറ്റും നടക്കുമ്പോഴെല്ലാം തന്നെയും ശക്തമായ മഴയായിരുന്നു സന്നിധാനത്തുണ്ടായിരുന്നത്. അതുപോലെ വനമേഖലയിലും എല്ലാം തന്നെ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇത് പമ്പയിൽ ജലനിരപ്പ് ഉയരാനടക്കം കാരണമാകുമെന്ന ആശങ്കയും നിലനിന്നിരുന്നു. ആ ആശങ്കകളുടെ എല്ലാം പുറത്ത് ഇന്നലെ രാത്രി 8 മണിക്ക് ശേഷം നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടാതെയും പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടാതെയും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അത് വലിയ ഭാഗ്യമായി. കാരണം രാത്രി ഏതാണ്ട് 12 മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ സ്വാമി അയ്യപ്പൻ റോഡിൽ മരം കടപുഴകി വീഴുകയും വൈദ്യുതി ലൈനുകൾ പൊട്ടി വീഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് ഏതാണ്ട് പുലർച്ചെ 2:50 ശേഷമാണ് ആ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റി അതുവഴി ഗതാഗതം സാധ്യമാക്കാൻ സാധിച്ചത്. ഈ ഒരു സാഹചര്യത്തിലും ഭക്തർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നതിനാൽ മറ്റ് അപകടങ്ങൾ ഉണ്ടായില്ല. പിന്നീട് ഇന്ന് പുലർച്ചെ 9 മണിയോടുകൂടി മാത്രമാണ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തി വിട്ടു തുടങ്ങി. അതുകൊണ്ട് തന്നെ രാവിലെ നിറപുത്തരി ആഘോഷമൊക്കെ നടക്കുമ്പോൾ ഭക്തരുടെ വലിയ കുറവുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് മഴ ശാന്തമാവുക കൂടി ചെയ്തതോടെ ഭക്തർ ഏറി വന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് നട അടയ്ക്കുന്നത് വരെയും ഭക്തരുടെ നല്ല ഒഴുക്കായിരുന്നു സന്നിധാനത്തേക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് സ്വാമി അയ്യപ്പൻ റോഡിലാണ്. ഇവിടെയും മഴ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അത് വളരെ ആശ്വാസകരമായി തന്നെയാണ്. കാരണം ഇന്ന് എപ്പോൾ എത്തിയതാണ് നിങ്ങൾ? ഞങ്ങൾ ഇന്ന് രാവിലെ 4 മണിക്ക് പുലർച്ചെ എത്തി. നിലയ്ക്കൽ വന്ന് കുടുങ്ങിയോ? അതെ, നിലയ്ക്കൽ വന്ന് കുടുങ്ങി എത്തി. പിന്നെ 4 മണിക്ക് അവിടെ നിന്ന് നമുക്ക് 8 മണിക്കാണ് ഇവിടെ അലോഡ് കിട്ടിയത് രാവിലെ. അതുവരെ ഞങ്ങൾ അവിടെ തന്നെ നിലയ്ക്കൽ തന്നെ ആയിരുന്നു. ഈ മഴ ഒഴിഞ്ഞു നിൽക്കുന്ന ആശ്വാസകരമാണോ? തീർച്ചയായിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ പറ്റിയില്ലായിരുന്നു. 8 മണിക്ക് ഞങ്ങൾക്ക് ഓർഡർ കിട്ടിയത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കയറാനുള്ള ഇത് കിട്ടി. ഇങ്ങോട്ട് നിങ്ങൾ മല കയറാൻ തുടങ്ങിയതൊക്കെ മഴയുണ്ടായിരുന്നു? ഇല്ല, അതിനുശേഷം മഴയില്ല, ഇതുവരെ മഴയില്ല. ശരി സുധീഷ്, വിവരങ്ങൾ വ്യക്തമാണ്. അതായത് ശബരിമലയിൽ എന്തായാലും രാവിലെ വലിയ മഴയുണ്ടായിരുന്നു, ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. മഴ ശക്തമായിരുന്ന സമയത്ത് ഈ വൈദ്യുതി ലൈനുകളെല്ലാം പൊട്ടി വീണ സമയത്തൊക്കെ ഭക്തർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ മഴ മാറി നിന്ന സാഹചര്യത്തിൽ ഭക്തർ വീണ്ടും ശബരിമല ദർശനം നടത്തുന്നുണ്ട്. എന്തായാലും വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു സുധീഷ് ഗോപാൽ.